യാത്രകൾ എനിക്ക് വളരെ മുമ്പേ ഇഷ്ടമാണെങ്കിലും ജോലിയിൽ കയറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊരു അത് സാമ്പത്തികമായ ഒരു രീതിയിലേക്ക് എത്തിയുള്ളൂ. പിന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാം, അതിനുള്ള പൈസ തരും, ഫാമിലി ഉൾപ്പെടെ പോകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സിക്കിം, അതുപോലെ കൽക്കട്ട, അതൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു ട്രക്കിങ്ങിന് പോകണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ഹിമാലയൻ ട്രക്കിങ് പോകണം, അതെനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഹിമാലയൻ ട്രക്കിങ്ങിൽ ഭയപ്പെടുത്തുന്ന 1-2 കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മുടെ ലാംഗ്വേജ് പ്രോബ്ലം. അവിടെ നമുക്ക് ഹിന്ദി അറിയാമെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാമെങ്കിലും നോർത്ത് ഏരിയയിൽ അത് ഫലപ്രദമായിട്ട് അവർക്ക് ഹിന്ദി പോലും അറിയാത്തൊരവസ്ഥ വരും. രണ്ടാമത്തെ കാര്യം ഒരു സെക്യൂരിറ്റി നമുക്കൊരു ഇൻസെക്യൂരിറ്റിയാണ്. കാര്യം തനിയെ പോവുകയല്ല ഒരു ഏരിയയിലേക്ക് അറിയാത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യാദൃശ്യമായിട്ട് എൻ്റെ കസിൻസ് തന്നെ ഒരു ആശയം വെച്ചത്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഹിമാലയൻ ട്രക്കിങ് പോകാമെന്ന്. എല്ലാവരും ആവേശത്തിലാണ് അത് സ്വീകരിച്ചത്. പക്ഷെ അവസാനം വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലർക്കും പല സിറ്റുവേഷൻസ് വന്നു. പലരും പഠിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്, ലീവ് കിട്ടാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ 5 പേര് അവസാനം 5 പേര് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡിയായി. അപ്പോൾ ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ് ഈ ട്രക്കിങ് പോയത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്.